മണിപ്പൂർ സന്ദർശനം മോദിയുടെ പശ്ചാത്താപമല്ല, പിന്നെയോ മുറിവേറ്റവർക്ക് മേലെയുള്ള ക്രൂരമായ പ്രഹരമാണ്. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ്. വംശീയ കലാപം നിലനിൽക്കുന്ന മണിപ്പൂരിലേക്കുള്ള മോദിയുടെ 28 മാസത്തിന് ശേഷമുള്ള സന്ദർശനത്തെ അദ്ദേഹം എക്സിലൂടെ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്തത്. 864 ദിവസത്തെ അക്രമമാണ് മണിപ്പൂരിൽ നിന്നും നീണ്ടുനിന്നത്. 300 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 67,000 പേർ കുടിയിറക്കപ്പെട്ടു, 1,500-ലധികം പേർക്ക് പരിക്കേറ്റു. അതിനുശേഷം 46 വിദേശ യാത്രകളാണ് മോദി നടത്തിയതെന്ന് ഖാർഗെ പറയുന്നുണ്ട്. പക്ഷേ സ്വന്തം പൗരന്മാരോട് സഹതാപം പ്രകടിപ്പിക്കാൻ മണിപ്പൂരിൽ ഒരൊറ്റ സന്ദർശനം പോലും മോദി നടത്തിയിട്ടില്ല. 2022-ലായിരുന്നു നരേന്ദ്രമോദിയുടെ അവസാന മണിപ്പൂർ സന്ദർശനം നടന്നത്. മോദിയുടെ ബുൾഡോസർ അവിടുത്തെ നിരപരാധികളായ നിരവധി ജനങ്ങളെ ഇല്ലാതാക്കി. സമുദായത്തെ വഞ്ചിക്കുന്നതിലുള്ള മോദിയുടെയും അമിത്ഷായുടെയും പങ്കാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മറച്ചു വെച്ചതെന്നും ഖാർഗെ കുറിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ ഉത്തരവാദിയായ BJP അതിനുള്ള ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും മണിപ്പൂരിൽ അതിക്രമം തുടരുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ നിലവിളി കേൾക്കുന്നതിൽ നിന്നുള്ള ഭീരുത്വം നിറഞ്ഞ ഒളിച്ചോടലാണ് യാത്ര. ദേശീയ സുരക്ഷയ്ക്കും അതിർത്തി പെട്രോളിങ്ങിനും ഉത്തരവാദി നിങ്ങളുടെ സർക്കാരാണെന്നും ഖാർഗെ തന്റെ എഴുത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മോദിയുടെ രാജധർമ്മം എന്താണെന്നും ഖാർഗെ ചോദിക്കുന്നുണ്ട്. 2 വർഷത്തിന് ശേഷമെങ്കിലും പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധിയും പറയുന്നു. കോടികളുടെ പദ്ധതികളുമായി മണിപ്പൂരിന്റെ മണ്ണിലേക്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കടന്നുപോയപ്പോൾ ഈ 2 കൊല്ലത്തോളം അദ്ദേഹം എവിടെയായിരുന്നു എന്നതാണ് പലരും ഉന്നയിക്കുന്ന ചോദ്യം. ഒരു രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് സൂക്ഷ്മതയോടെ ഇരു വിഭാഗങ്ങൾക്കും മുറിവേൽക്കാത്ത തരത്തിൽ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട പ്രധാനമന്ത്രി മൗനത്തിൽ പലതും കണ്ടില്ലെന്ന് നടിച്ചപ്പോൾ നഷ്ടമായത് പല മനുഷ്യരുടെയും ജീവനുകൾ തന്നെയാണ്. ഇന്നിപ്പോൾ പീസ് വാലി ഗ്രൗണ്ടിൽ പറന്നിറങ്ങി ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു തുടങ്ങിയ പ്രസംഗത്തിൽ രാജ്യത്തിന്റെ വികസന നേട്ടങ്ങളും ഗോത്ര വിഭാഗങ്ങൾക്ക് പദ്ധതി പ്രയോജനം ചെയ്യുന്നുമുള്ള പ്രഭാഷണങ്ങളും എടുത്തിട്ടടിക്കുമ്പോൾ മരിച്ചു വീണ ഓരോ പൗരന്റെയും ജീവനും ജീവിതവും എത്ര വിലപ്പെട്ടതാണെന്ന് അദ്ദേഹം അറിയുന്നില്ല. അക്രമം മണിപ്പൂരിന്റെ ശോഭ കെടുത്തിയെന്ന് എന്തായാലും മോദി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് വാക്കുകളിൽ പ്രതിഫലിച്ചിട്ടുമുണ്ട്.